കേരള മഹായുദ്ധത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കളത്തിലുള്ള കന്നിയംഗക്കാരികൾ കന്നിയംഗക്കാരന്മാർ ആരൊക്കെയാണ്? താനൂരിലേക്ക് പോകാം. അവിടെയുമുണ്ട് ഒരു കന്നിയംഗക്കാരൻ. താനൂർ പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്നു PK നവാസ്. യുവാക്കളുടെ വോട്ട് മണ്ഡലത്തിൽ നിർണായകമാണ്. തീരദേശ മേഖലകളിലെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്നാണ് നവാസിന്റെ പ്രതീക്ഷ. സോണൽ കൃഷ്ണ ചേരുന്നു വിശദാംശങ്ങളുമായി. സോണൽ, കഴിഞ്ഞ കുറി ലീഗ് തോറ്റ മണ്ഡലമാണ്, പക്ഷെ അത് അത്രത്തോളം ചെറിയ ഭൂരിപക്ഷത്തിന്, നമുക്കറിയാം 1000-ൽ താഴെ ഭൂരിപക്ഷത്തിനാണ് അബ്ദുറഹ്മാൻ ജയിക്കുന്നത്. ഇക്കുറി താനൂരിൽ അബ്ദുറഹ്മാൻ ഇല്ല. തുടർച്ചയായി 2 ടേമുകളിൽ അദ്ദേഹം അവിടെ MLA ആയിരുന്നുവെങ്കിലും ഏറ്റവും ഒടുക്കം നടന്ന പോരാട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്നുള്ളത് ഒരുപക്ഷേ PK നവാസിനെ സംബന്ധിച്ചൊരു ഗുണകരം തന്നെയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ? കന്നിയംഗത്തിന് ഒരുങ്ങുമ്പോൾ പ്രധാനമായും ഉറ്റുനോക്കുന്നത് എന്തൊക്കെയാണ്? ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? റോഷ്നി, താനൂരിനെ സംബന്ധിച്ച് ഇത്തവണ UDF കളത്തിലിറക്കിയിരിക്കുന്നത് ചൊറുചൊറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് നമുക്ക് ആവർത്തിച്ച് പറയണം. കാരണം സമരരംഗത്തൊക്കെ മുന്നിൽ നിന്ന് നയിച്ച MSFന്റെ സംസ്ഥാന ചുമതല, പ്രധാന ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയെ അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി അവർ ചുമതല ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് നവാസ് താനൂരിൽ എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ V അബ്ദുറഹ്മാൻ ആയിരുന്നു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെങ്കിൽ V അബ്ദുറഹ്മാൻ ഇവിടെ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായി പിന്നീട് തിരൂരേക്ക് മാറുന്നു. അങ്ങനെ സ്ഥലത്തെല്ലാം കൊണ്ടും ഒരു അനുകൂലമായ കാലാവസ്ഥ നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. എൻ്റെ കൂടെ ഇപ്പോൾ നവാസ് കൂടി ചേരുന്നുണ്ട്. കന്നി ഇറങ്ങുകയാണ്. എന്തൊക്കെയാണ് മണ്ഡലത്തിന്റെ പ്രതീക്ഷ? തീർച്ചയായും ജീവിതത്തിൽ ആദ്യത്തെ ഒരു മത്സരം കൂടിയാണ്. അതിൻ്റെ എല്ലാ ആവേശവും ഉണ്ട്. അതോടൊപ്പം തന്നെ താനൂർ പോലത്തെ ഒരു നിയോജക മണ്ഡലം മലപ്പുറം ജില്ലയിലെ ആഭ്യന്തര ടൂറിസത്തിൻ്റെ അപാരമായൊരു സാധ്യതയുള്ള ഒരു ജില്ലയാണ്, ഒരു മണ്ഡലമാണ്. ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ആഭ്യന്തര ടൂറിസം ഉള്ള ഒരു കേന്ദ്രമായി മാറേണ്ട ഒരു ഇടമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഘോഷ ദിനങ്ങൾ, പെരുന്നാൾ ആഘോഷങ്ങളിൽ അവിടെ വന്നിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളാണ് അവിടേക്ക് വരുന്നത്. പക്ഷേ അവർക്ക് അടിസ്ഥാനപരമായ വെളിച്ചം പോലുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് അവിടെ ഉള്ളത്. അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് പരിശോധിച്ചത്, ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയൊന്നും സാധ്യതകൾ ഇല്ലാത്ത ഒരു കാലത്ത് നിർമ്മിക്കപ്പെട്ട നിർമ്മിതികൾ പോലും കൊണ്ടു നടക്കാനോ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ കഴിയാതെ പോയ ഒരു 10 വർഷക്കാലം. അപ്പോൾ സ്വാഭാവികമായി ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് നിയോജക മണ്ഡലത്തിലെ, ഞാൻ പറഞ്ഞ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിയോജക മണ്ഡലത്തിലെ നൂറുകണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കാവുന്ന, ഈ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാവുന്ന ഒരു നിയോജക മണ്ഡലം, ആ നിയോജക മണ്ഡലത്തിൻ്റെ സ്വപ്നങ്ങളാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് നമുക്കറിയാം, ദേവദാർ സ്കൂൾ പോലെ കായിക രംഗത്ത് വലിയ അടയാളപ്പെടൽ നടത്തുന്ന ഒരു പ്രദേശമാണ് താനൂർ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളും അതുപോലെ തന്നെ തീരദേശ മേഖലയിലെ കായിക പ്രേമികളൊക്കെ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾ തീരദേശത്തോട് ഇങ്ങനെ വെറുതെ ഒന്ന് നടന്നു പോയാൽ മെസ്സിയും നെയ്മറിൻ്റെയും ബനിയനിട്ട് കളിക്കുന്ന ചെറിയ ചെറിയ കുട്ടികൾ അവിടെ കാണാം. വെറുതെ പന്ത് തട്ടി, 2 പേരുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി കളിക്കും. അത്രയേറെ കായിക ഇനങ്ങളെ ഹൃദയത്തിൽ പേരുന്ന ആളുകളാണ്. എന്നാൽ നിർഭാഗ്യവശാൽ 1, 2, 3 സ്റ്റേഡിയങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അത് താനൂരുകാർക്ക് വേണ്ടിയുള്ള സ്റ്റേഡിയങ്ങളല്ല, വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട സ്റ്റേഡിയങ്ങളായി മാറുകയാണ്. അപ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതങ്ങളോ സാധാരണക്കാരൻ്റെ ആഗ്രഹങ്ങളോ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളോ അഡ്രസ്സ് ചെയ്യാതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ഈ നിയോജക മണ്ഡലത്തിലെ നിലവിലെ MLA മന്ത്രിയായിരുന്നത് കായിക വകുപ്പിൻ്റെതാണ്. നോക്കൂ, കായിക വകുപ്പിൻ്റെ മന്ത്രിയായി നിൽക്കുന്ന ഒരു മന്ത്രിയുടെ മണ്ഡലത്തിലെ കുട്ടികൾ, അവർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മറ്റു കുട്ടികൾക്കും പങ്കെടുക്കുമ്പോൾ അവർക്ക് ഷൂ ഇല്ലാതെ നഗ്നപാതരായി കളിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ നഗ്നപാതരായല്ല, അവരൊരു സമരമുഖത്തായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ കാലുകളാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സമരായുധങ്ങൾ. ആ ബൂട്ട് ധരിക്കാത്ത കാലുകൾ ഈ നിയോജക മണ്ഡലത്തിലെ കുട്ടികളോട് സംസാരിക്കും. ഒരു കായിക മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ പോലും കുട്ടികൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നവാസ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഗൗരവമുള്ളതാണ്. എന്തായാലും ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ലീഗിന്റെ കയ്യിൽ നിന്ന് LDF പിടിച്ചെടുക്കുന്നതാണ്, അതായത് UDFന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ്. പക്ഷേ അത് ഇത്തവണ തങ്ങളുടെ കൈക്കല്ലിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഫുൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, റെസ്പോൺസാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് രോഷ്നി നവാസ് ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോ വോട്ട് കൂട്ടിക്കൊണ്ട് കന്നിയംഗത്തിൽ PK നവാസ് പൊടി പാറിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. മണ്ഡലം തിരിച്ചെടുക്കുമോ എന്നുള്ളതും നമുക്ക് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യമാണ്. സോണലാണ് PK നവാസിനൊപ്പം ചേർന്നിട്ടുള്ളത്. ഇനി നേരെ